നമസ്കാരം. ഞാൻ ബാബു എൻ ജോസഫ്, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് റിട്ടയർഡ് ഡയറക്ടർ. എൻ്റെ എ പെൻഷനേഴ്സ് ഡയറി എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് കേരള സ്റ്റേറ്റിലുള്ള ശമ്പളത്തിലുള്ള അധീശത്തെ പറ്റിയാണ്. അവരതിന് കാരണമായിട്ട് പറയുന്നത് ഓരോ സെക്രട്ടേറിയറ്റുകളാണ് ഓരോ വകുപ്പിനെ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അതിൻ്റേതായ കുലമഹിമ സെക്രട്ടേറിയറ്റിനുണ്ട്. അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്ക് ഉയർന്ന ശമ്പള സ്കെയിൽ കൊടുക്കുന്നതെന്നാണ്. പക്ഷെ സുഹൃത്തുക്കളെ, ആ കുലമഹിമയുള്ളത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കാണോ? ശരിക്കും പറഞ്ഞാൽ സെക്രട്ടറിമാർക്കാണ്, സീനിയർ IAS ആയ സെക്രട്ടറിമാർക്കാണ് ആ കുലമഹിമയുള്ളത്. അവർ മഹാരാജാക്കന്മാരാണ്, സംശയമൊന്നുമില്ല. എല്ലാ അധികാരങ്ങളിലും അവരിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. IASകാരാണ് വകുപ്പ് തലവനെ, ഓരോ വകുപ്പ് തലവനെയും ആ വകുപ്പിൻ്റെ സെക്രട്ടറിയാണ് ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നത്. അതാണ് സത്യം. കാരണം അവർക്ക് അതിനുള്ള ക്രെഡൻഷ്യൽസ് ഉണ്ട്. നമ്മുടെ IASകാരുടെയൊക്കെ 10ാം ക്ലാസ്സിലെ SSLC ബുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. അവരൊക്കെ ആവറേജ് ഒരു 400-450 മാർക്കെങ്കിലും മേടിച്ചിട്ടുണ്ട്. SSLC പാസ്സായ ആൾക്കാരായിരിക്കും. പിന്നെ അവർ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ അല്ലെങ്കിൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേഷനോ ആർട്സിലെ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ വളരെ എക്സലൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് റെക്കോർഡോട് പാസ്സായ ആൾക്കാരായിരിക്കും. അതിനുശേഷം ഏതാണ്ട് 6 ലക്ഷം പേരെഴുതുന്ന സെൻട്രൽ സർവീസ് എക്സാം, UPSC എക്സാം അവരെഴുതി, അതിൻ്റെ പ്രിലിമിനറി എഴുതി, ഫൈനൽ എഴുതി, ഇൻ്റർവ്യൂവും കഴിഞ്ഞതിൽ ഈ 6 ലക്ഷത്തിൽ 10, 100, 150 പേർക്കായിരിക്കും IAS കിട്ടുന്നത്. ഒരു മിടുമിടുക്കന്മാരാണ്. അത് കഴിഞ്ഞ് മസൂറിയിൽ 2 കൊല്ലത്തെ എക്സലൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങും കഴിയും. അപ്പോൾ അവർ ഒരു സ്റ്റേറ്റിൽ വന്ന എന്ത് കളികൾ കളിക്കാനുള്ള എക്യുപ്ഡ് ആയിരിക്കും അവർ. അതിന് അവർക്ക് നിങ്ങളുടെ ഒന്നും ഈ അണ്ടർ സെക്രട്ടറിയുടെയോ സ്പെഷ്യൽ സെക്രട്ടറിയുടെയോ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ഒരു 10 സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓടിക്കാനുള്ള എക്യുപ്ഡ് ആയിട്ടാണ് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്ത് വിടുന്നത്. അവർ മഹാരാജാക്കന്മാരാണ്. അവരുടെ മെറിറ്റ് നമ്മൾ അംഗീകരിക്കണം. മൊത്തമായിട്ടുള്ള അവരുടെ മെറിറ്റ് നോക്കിയാലും, അവരുടെ പ്രൊഫൈൽ നോക്കിയാലും, അവരുടെ അധികാരങ്ങൾ നോക്കിയാലും, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് നോക്കിയാലും, ഈ സ്പെഷ്യൽ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും ഒക്കെ ഈ സെക്രട്ടറിമാരുടെ ചുറ്റും നിൽക്കുന്ന വെറും ആറാട്ടുമുണ്ടന്മാരാണ്. എന്താണ് ഈ ആറാട്ടുമുണ്ടന്മാരെന്നറിയാമോ? ഈ പണ്ട് തിരുവിതാംകൂർ രാജാവ് ആറാട്ട് നടത്തും. അപ്പോൾ ആറാട്ട് നടത്തുമ്പോൾ രാജാവിന് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി രാജാവിന് ചുറ്റും കുറേ മുണ്ടന്മാരെ നിർത്തും. അവരാണ് ആറാട്ടുമുണ്ടന്മാർ. ഞാൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ കളിയാക്കാനൊന്നും പറയുകയല്ല. പക്ഷെ നിങ്ങളുടെ അക്കാഡമിക് പ്രൊഫൈലും നിങ്ങളുടെ സെലക്ഷൻ്റെ രീതിയും നിങ്ങളൊരു 10-15 വർഷം വർക്ക് ചെയ്ത പ്രൊഫൈലും ഒക്കെ നോക്കിയാൽ ഒരു സെക്രട്ടറിയുടെ മുമ്പിൽ ഒരു ആറാട്ടുമുണ്ടന്മാർ തന്നെയല്ലേ നിങ്ങൾ? ഒരു സെക്രട്ടറിയുടെ 5 അയലക്കത്ത് നിൽക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? എന്നിട്ടും സെക്രട്ടറിയുടെ തൊട്ട് താഴെയുള്ള ശമ്പള സ്കെയിൽ, സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ശമ്പള സ്കെയിൽ നിങ്ങൾക്ക് വേണമെന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല അത്. പിന്നെ ഞാൻ ഈ IAS ഉദ്യോഗസ്ഥന്മാരുടെ പ്രൊഫൈലും ഒരു 4-5 പേരുടെ ഉദാഹരണം പറയാം. നമ്മുടെ ഡോക്ടർ KM എബ്രഹാം സാർ, റിട്ടയർഡ് ചീഫ് സെക്രട്ടറി. അദ്ദേഹം BTech നല്ല രീതിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായി IIT കാൺപൂരിൽ നിന്ന് MTech എടുത്ത പാർട്ടിയാണ്. പിന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത PS കുര്യൻ സാർ, BSc കെമിസ്ട്രിക്ക് റാങ്ക് എടുത്ത മാർക്ക് മേടിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്ന് MSc പാസ്സായിട്ട് IASലേക്ക് വന്ന ആളാണ്. പിന്നെ രാജീവ് നാരായണസ്വാമിയുടെ കാര്യമൊന്നും പറയണ്ട. ഡോക്ടർ സോമസുന്ദരം നേരത്തെയുള്ള ഫിനാൻസ് സെക്രട്ടറി ആയിരുന്നു. പിന്നെ പുള്ളി സെൻട്രൽ സർവീസിൽ പോയി. അദ്ദേഹവും എക്കണോമിക്സ് PhD-കാരനാണ്. പഴയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു
പുള്ളി MBBSകാരനാണ്. എത്രയോ MBBSകാരും എൻജിനീയറിങ്ങിൽ നല്ല എക്സലൻ്റ് ആയിട്ടുള്ള പാസ്സായ ആൾക്കാരും ഒക്കെയാണ് ഈ IAS വന്നിരിക്കുന്നത്. അപ്പം അവരുടെ 5 ഇലക്കത്ത് നിൽക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കണം. പിന്നെ ഇനി അടുത്ത് പറയുന്ന ഞാൻ ഇപ്പോൾ ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്തങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. കേരളത്തിലെ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി കേരളത്തിലെ എല്ലാ കൃഷിക്കാർക്കും അറിയാവുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്. കേരളത്തിൽ ഏതാണ്ട് 18 ലക്ഷം കന്നുകാലികളുണ്ട്. ആ കന്നുകാലികളുടെ സംരക്ഷണം, കന്നുകാലികളുടെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഡയഗ്നൈസ് ചെയ്യുക, അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് നടത്തുക, അതിന് വേണ്ട സർജറി നടത്തുക, പിന്നെ കേരളത്തിലെ മാംസം, പാല് ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പിന്നെ റിയറിങ്, പുതിയ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള കന്നുകാലികളെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിയറിങ്, അതിനുള്ള എക്സ്പെരിമെൻറ്റ്സ്, അതിനുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസ്, ഇങ്ങനെ പല പല ശാസ്ത്രീയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ പറഞ്ഞു, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർക്ക് ഒരു അഡീഷണൽ സെക്രട്ടറിയുടെ ശമ്പളം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഒരു വർഷം ഏതാണ്ട് ആനിമൽ ഹസ്ബൻഡറി നടക്കുന്ന ആക്ടിവിറ്റീസിനെ പറ്റി ഒന്ന് പറയാം. ഒരു ആവറേജ്, ഞാനത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുത്തതാണ്. ഏതാണ്ട് 50 ലക്ഷത്തിനടുത്ത് കന്നുകാലികളെ അല്ലെങ്കിൽ പട്ടിയോ അതുപോലെ കോഴിയോ എന്താണെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത ഓപ്പറേഷൻസ് ഈ ഡോക്ടർമാർ, വെറ്ററിനറി ഡോക്ടർമാർ നടത്തുന്നുണ്ട്. വാക്സിനേഷൻ എന്ന് പറയുന്ന 12 ലക്ഷം നടത്തുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പിന്നെ കാസ്ട്രേഷൻസ് എന്താണെന്നറിയാമോ? ഞാൻ ചോദിക്കട്ടെ, ഈ ആനിമൽ ഹസ്ബൻഡറി സ്പെഷ്യൽ സെക്രട്ടറി ആണോ അഡീഷണൽ സെക്രട്ടറി ആണോ ഉള്ളതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? അത് ഞാൻ പറയാം. അതിൻ്റെ വേറെ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു റിട്ടയർ ചെയ്ത, എനിക്ക് അടുത്തറിയാവുന്ന ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു. അദ്ദേഹം ഇൻഡസ്ട്രീസിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ പോസ്റ്റിംഗ് ആയിട്ട് വന്ന ഒരു സ്പെഷ്യൽ സെക്രട്ടറിക്ക് GDPയുടെ ഫുൾ ഫോം അറിയില്ലായിരുന്നു എന്ന്. എത്ര രസമായ കാര്യമാണ്. സെക്രട്ടറി കിടന്നാൽ അടുത്ത ആളാണ്, ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ മേടിക്കുന്ന ആളാണ്. പുള്ളിക്ക് GDPയുടെ ഫുൾ ഫോം അറിയില്ല. നമ്മുടെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് ചോദിച്ചാൽ അവർക്ക് വരെ GDPയുടെ ഫുൾ ഫോം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അഗ്രികൾച്ചറിൻ്റെ ഇരിക്കുന്ന അഡീഷണൽ സെക്രട്ടറിയോ സ്പെഷ്യൽ സെക്രട്ടറിയോ കളിയാക്കാനൊന്നും അല്ല ചോദിച്ചേ. കാസ്ട്രേഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണോ എന്ന് ജസ്റ്റ് ചോദിക്കുന്നുള്ളത്. ആക്ച്വലി കാസ്ട്രേഷൻ്റെ അർത്ഥം എല്ലാവർക്കും ഒക്കെ അറിയാം. ഞാൻ ചോദിച്ചിട്ടുള്ളത് വരിയടക്കൽ. പക്ഷെ നിങ്ങൾ വരിയടച്ചിരിക്കുന്ന ആരുടെയാണ്? ശരിക്കും ഈ പല ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ പ്രൊഫഷണൽസിൻ്റെ വരി നിങ്ങൾ ഒടിച്ചിരിക്കുകയാണ്. എങ്ങനെ? നിങ്ങൾക്ക് കൂടുതൽ സ്കെയിൽ ഓഫ് പേയും ഈ പ്രൊഫഷണൽസിലൊക്കെ അതിലും താഴെ സ്കെയിൽ ഓഫ് പേയും കൊടുപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആക്ച്വലി അവരുടെ എല്ലാം വരിയടച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എൻജിനീയേഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ആനിമൽ ഹസ്ബൻഡറിയിലുള്ള ഓഫീസേഴ്സിൻ്റെയും അഗ്രികൾച്ചർ ഓഫീസേഴ്സിൻ്റെയും മറ്റ് ടെക്നിക്കൽ ഓഫീസേഴ്സിൻ്റെയും കാസ്ട്രേഷൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ. അപ്പം ഇത്രയും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. ഒരു കൊല്ലം ആനുവലി ഈ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് ഞാനീ പറഞ്ഞത്. അപ്പം ഇതെല്ലാം ജനങ്ങൾക്ക് അത്യാവശ്യമായ സർവീസുകളാണ്. കൃഷിക്കാർക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ സർവീസുകളാണ് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നത്. അതിലേക്കുള്ള ടെക്നിക്കൽ നോളജ് ഉള്ളവരാണ്. അവർ 4 വർഷം പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് BBSc കഴിഞ്ഞ് ബാച്ചലർ ഓഫ് വെറ്ററിനറി സയൻസ് കഴിഞ്ഞ് മിടുമിടുക്കന്മാരായിട്ട് കയറുന്നവരാണ് ഇവിടെ. അങ്ങനെ ഒരു ആനിമൽ ഹസ്ബൻഡറി വെറ്ററിനറി ഓഫീസറായിട്ട് കയറി അസിസ്റ്റൻറ്റ് ഡയറക്ടർ, ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിൻറ്റ് ഡയറക്ടർ, അഡീഷണൽ ഡയറക്ടർ കഴിഞ്ഞാണ് ഡയറക്ടർ ആകുന്ന ആനിമൽ ഹസ്ബൻഡറി. ഏതാണ്ട് 30 കൊല്ലത്തെ അല്ലെ ഒരു 20-28 കൊല്ലത്തെ ഗസറ്റഡ് സർവീസിന് ശേഷം പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ ഈ ഡോക്ടറെ ഇതിൻ്റെ ഡയറക്ടറാകുന്നു. അത് ഈ ഓഫീസുകളൊക്കെ ഒന്നിനൊന്ന് ഉയർന്ന അധികാരങ്ങളും ജോലികളും റെസ്പോൺസിബിലിറ്റീസുള്ള ജോലിയാണ്. ആദ്യം തൊട്ടേ അയാൾ ഓഫീസ് ഹെഡാണ്.
അയാൾ മിക്കവാറും ആനിമൽ ഹസ്ബൻഡറി BBSCയിലൊക്കെ ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ ഒക്കെ മേടിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാസ്സായ ആളായിരിക്കും. അയാൾ PSCയുടെ ടെസ്റ്റും ഇൻ്റർവ്യൂവും കഴിഞ്ഞ് അതിനും ഫസ്റ്റായിട്ട് കയറുന്ന ആളാണ് ഈ ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടറാകുന്നത്. ശരിക്കും ഇപ്പറഞ്ഞ IAS ആ സമയത്ത് അയാൾ ചെറുപ്പത്തിൽ IAS എഴുതിയ ചിലപ്പോൾ അയാൾക്ക് IAS കിട്ടിയേനെ. അയാൾക്ക് ഇതിൽ കൂടുതൽ താല്പര്യം ഉണ്ടായതുകൊണ്ടും ആദ്യം തന്നെ PSC റാങ്ക് ലിസ്റ്റ് കിട്ടിയതുകൊണ്ടുമായിരിക്കും ഇവിടെ നിന്നത്. അപ്പോൾ ഈ IASകാരനെക്കാട്ടിലും ഒന്നും വലിയ മോശമുള്ള പാർട്ടിയൊന്നുമല്ല ഈ ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടർ. അപ്പം നിങ്ങൾ ഒരു അഡീഷണൽ സെക്രട്ടറി ഒരു സ്പെഷ്യൽ സെക്രട്ടറി ആലോചിച്ച് നോക്കി, അയാളുടെ 5 അയലത്ത് നിൽക്കാനുള്ള പ്രൊഫൈല് നിങ്ങൾക്കുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. അയാൾ ആനയാണെങ്കിൽ നിങ്ങൾ വെറും ഒരു വണ്ണാനല്ലേ? നിങ്ങൾ വെറും ഒരു ഡിഗ്രി മാത്രമായിട്ട് സർവീസിൽ കയറിയ ആളല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഓഫീസിൻ്റെ ഹെഡായിട്ടിരുന്നോ? നിങ്ങൾ സ്പെഷ്യൽ സെക്രട്ടറി ആകുമ്പോൾ നിങ്ങൾക്ക് 15 കൊല്ലത്തെ ഗസറ്റഡ് സർവീസ് കൊണ്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ സെക്രട്ടറി ആകരുതോ? അയാൾ 25 കൊല്ലത്തെ ഗസറ്റഡ് സർവീസ് കൊണ്ടാണ് അയാൾ ഈ ആനിമൽ ഹസ്ബൻഡറിയുടെ ഡയറക്ടർ ആകുന്നത്. എന്നിട്ടും അയക്ക് കൊടുക്കുന്ന സ്കെയിൽ ഓഫ് പേ സ്പെഷ്യൽ സെക്രട്ടറിയുടെ ഏറ്റവും ഹയസ്റ്റ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിട്ടില്ല. അയക്ക് കൊടുത്തിരിക്കുന്ന സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് അഡീഷണൽസ് ഏതാണ്ട് സെക്രട്ടേറിയറ്റിൽ 70 അഡീഷണൽ സെക്രട്ടറിമാരുള്ള അതിൻ്റെ ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഈ ആനിമൽ ഹസ്ബൻഡറി ഡയറക്ടർ കൊടുത്തില്ലേ. എൻ്റെ പൊന്നു സ്പെഷ്യൽ സെക്രട്ടറിമാരെ, നിങ്ങൾ കൈവെള്ളയിലേക്ക് അയാളെക്കാട്ടിലും കൂടുതൽ ശമ്പളം കൈവെള്ളയിൽ വാങ്ങുമ്പോൾ ശരിക്കും നിങ്ങളുടെ കൈ വിറക്കത്തില്ലേ? നിങ്ങൾക്ക് എന്ത് ക്വാളിഫിക്കേഷൻ്റെ എന്ത് റെസ്പോൺസിബിലിറ്റിയുടെ വെളിച്ചത്തിലാണ് അയാളെക്കാട്ടിൽ കൂടുതൽ ശമ്പളം മേടിക്കുന്നത്? ഇത് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലെ മാത്രം കാര്യമല്ല, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേ പൊസിഷനാണ്. ഹാർബർ എഞ്ചിനീയറിംഗിൽ, ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൽ, ചീഫ് കെമിക്കൽ എക്സാമിനേഴ്സ് ലാബിൽ, ഇതെല്ലാം ഇത് തന്നെയാണ്. ഇവിടങ്ങളിൽ ഈ ഡയറക്ടറുടെ സ്കെയിൽ മാത്രമല്ല, ഒരു ആനിമൽ ഹസ്ബൻഡറി ജോയിൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ജില്ലാ ഓഫീസറാണ്. അയാളുടെ കീഴിൽ തന്നെ ഏതാണ്ട് 100-110 ഡിസ്പെൻസറികളും 100-110 ഗസറ്റഡ് ഓഫീസർമാരും വർക്ക് ചെയ്യുന്നുണ്ട്. ഡയറക്ടറുടെ കീഴിൽ കേരളം മൊത്തമായിട്ട് 1200-1300 ഗസറ്റഡ് ഓഫീസേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളിടത്ത് ഒരു ഡയറക്ടർക്ക് ഒരു സ്പെഷ്യൽ സെക്രട്ടറിയുടെ ശമ്പളം പോലും കൊടുക്കാത്തിരിക്കുന്നതെന്ന് പറയുന്ന മഹാഭാവമാണ്. അതുപോലെ ഒരു ജില്ലാ ഓഫീസർക്ക് ഒരു ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ജില്ലാ ഓഫീസർക്ക് നേരത്തെ ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ ശമ്പളമായിരുന്നു. ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ കീഴിൽ ആര് വർക്ക് ചെയ്യുന്നു? കൂടി വന്ന 3-4 2-3 സെക്ഷൻ ഓഫീസർമാരായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ മഹാപാപങ്ങളല്ലേ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് കൂടുതലായിട്ട് അടുത്ത പേ കമ്മീഷനിൽ ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഓഫീസേഴ്സ് ഈ വാസ്തവങ്ങൾ മനസ്സിലാക്കി അവർ നേരത്തെയുള്ള പേ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നത്തെ സ്കെയിലുകളും കമ്പയർ ചെയ്തുകൊണ്ട് ഈ പ്രൊഫഷണലായിട്ടുള്ള ഓഫീസേഴ്സ്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഈ പ്രൊഫഷണലായിട്ടുള്ള ഓഫീസേഴ്സ് അവർ ഡേറ്റ അടക്കം പേ കമ്മീഷനെ സമീപിക്കേണ്ടതാണ്. ഇത് വളരെ ഗ്രേവായിട്ടുള്ളൊരു അനോമലിയാണ്. ഇത് നേരത്തെ ഇതില്ലായിരുന്നു. അതിൻ്റെ നാൾവഴികളിലേക്ക് എങ്ങനെയാണ് ഏതാണ്ട് 9ാമത്തെ ശമ്പള കമ്മീഷൻ വരെ ഈ പ്രൊഫഷണൽസിൻ്റെ ശമ്പളം ഈ സെക്രട്ടേറിയറ്റ് ഓഫീസേഴ്സിൻ്റെ ശമ്പള സ്കെയിലിനെക്കാട്ടിലും കൂടുതലായിരുന്നു. പിന്നീടുള്ളൊരു അട്ടിമറി നടന്നാണ് ഇങ്ങനെ ഉണ്ടായത്. ഇതിൻ്റെ കേസുകളെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.